2024 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് എലവേഷൻ. പെട്ടെന്നൊരു ദിവസം ഭൂമിക്കടിയിൽ നിന്നും കുറെ ജീവികൾ പുറത്തേക്ക് വരികയാണ്. മനുഷ്യരാശിയുടെ 95% ആ ജീവികൾ നശിപ്പിച്ചു കളയുന്നു. രക്ഷപ്പെട്ടുപോയ മനുഷ്യരെല്ലാം ഒരു മലയുടെ മുകളിലാണ് താമസിക്കുന്നത്. കാരണം 8000 അടി മുകളിലേക്ക് വരാൻ ആ ജീവികൾക്ക് സാധിക്കില്ല. ആ ജീവികളെ പേടിച്ച് 8000 അടിക്ക് താഴേക്ക് വരാൻ മനുഷ്യർക്കും കഴിയില്ല. പക്ഷേ തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരാൾക്ക് താഴേക്ക് പോയേ പറ്റൂ. അയാൾക്ക് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമോ, അതോ ആ ജീവികൾക്ക് ഭക്ഷണമാകേണ്ടി വരുമോ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ റോക്കി മൗണ്ടൈൻസ് എന്നു പേരുള്ള ഒരു മലനിരയാണ് കാണിക്കുന്നത്. ഒരു കൊച്ചു പയ്യൻ അതുവഴി ഒറ്റയ്ക്ക് നടന്നു ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാറയുടെ മുകളിൽ കയറിയിരിക്കുന്നു. ശേഷം കയ്യിലുണ്ടായിരുന്ന ബൈനോക്കുലർ വഴി തൊട്ടപ്പുറമുള്ള മലയിൽ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കുകയാണ്. പെട്ടെന്നാണ് പിറകിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും എന്തോ മനസ്സിലായതുപോലെ അവൻ പേടിച്ച് തിരികെ ഓടാൻ തുടങ്ങി. ശബ്ദം മാത്രമല്ല കേട്ടോ, അവന്റെ പിറകിലായിട്ട് ഓറഞ്ച് ലൈറ്റ് പോലെ എന്തോ ഒന്ന് വരുന്നുണ്ട്. തൊട്ടു പിറകിൽ തന്നെ ഒരു ജീവി വലിയ ശബ്ദമുണ്ടാക്കി അവന് പിറകെ ഓടി വരാൻ തുടങ്ങി. ചെക്കൻ ജീവനും കൊണ്ട് ഓടടാ ഓട്ടം. അതവനെ ഏകദേശം പിടിച്ചില്ല എന്നായതും അവനൊരു വെള്ള ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കെടുത്ത് ചാടിയത് ഒരുമിച്ചായിരുന്നു. അത് കാരണം ആ ജീവി അവൻ ഒന്നും ചെയ്യാതെ തിരിച്ചു പോവുകയാണ്. ഇപ്പോ ഇവന്റെ പിന്നാലെ വന്ന ആ ജീവിയില്ലേ, അതിന്റെ പേരാണ് റീപ്പേഴ്സ്. ഇവനിപ്പോൾ ഒരു ലൈൻ ചാടി കടന്നില്ലേ, അത് 8000 അടിക്ക് മുകളിലാണ്. അത് കാരണം ആ ജീവികൾക്ക് ഇവനൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം റീപ്പേഴ്സിന് 8000 അടി മുകളിലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 8000 അടി മുകളിലേക്ക് സേഫ് ആണ്. ഈ റീപ്പേഴ്സ് ഒക്കെ ഭൂമിയിൽ എങ്ങനെ വന്നല്ലേ? ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്നൊരു ദിവസം ഭൂമിക്കടിയിലായിട്ട് കുറെ സിങ്ക് ഹോൾസ് ഉണ്ടായി. അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ജീവികളാണ് ഈ റീപ്പേഴ്സ്. മനുഷ്യന്മാർ എത്ര ശ്രമിച്ചിട്ടും ആ ജീവികളെ കൊല്ലാൻ സാധിച്ചിരുന്നില്ല. തോക്കുകൾക്കോ ഗ്രനേഡുകൾക്കോ പീരങ്കികൾക്കോ ഒന്നും, എന്തിനേറെ മിസൈലുകളോ ബോംബുകളോ കൊണ്ടുപോലും അവയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മനുഷ്യരാശിയുടെ 95% പോലും ആ ജീവികൾ നശിപ്പിച്ചു കളഞ്ഞു. ബാക്കിയുണ്ടായിരുന്നവരെല്ലാം രക്ഷപ്പെട്ടോടിയത് ഈ മലയുടെ മുകളിലേക്കാണ്. കാരണം 8000 അടി മുകളിലേക്ക് ആ ജീവികൾക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുകളിലുള്ളവർ സേഫ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് 8000 അടി എന്നത് മാത്രം വ്യക്തമല്ല. ഇപ്പൊ ഈ പയ്യനില്ലേ, അവനിപ്പോൾ 8000 അടിക്ക് താഴേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ആ ജീവി അവനെ പിടിക്കാനായിട്ട് വന്നതും. മാത്രമല്ല റീപ്പേഴ്സുകൾ മനുഷ്യരെ ഒഴിച്ച് വേറെ ഒരു ജീവികളെ ഒന്നും ചെയ്യാറുമില്ല. അടുത്തതായിട്ട് ആ മലയുടെ മുകളിൽ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. റീപ്പേഴ്സുകളിൽ നിന്നും രക്ഷപ്പെട്ടോടി ജനങ്ങളെല്ലാം താമസിക്കുന്ന ഗ്രാമം. ഇവനാണ് നമ്മുടെ ഈ മൂവിയിലെ നായകൻ. പേര് വിൽ. നേരത്തെ കാണിച്ച ഒരു കൊച്ചു പയ്യനില്ലേ, അത് വില്ലിന്റെ മകനാണ്. പേര് ഹണ്ടർ. ഹണ്ടറിന്റെ വരക്കം കണ്ടപ്പോഴേ എന്തോ പ്രശ്നമുണ്ടെന്ന് വില്ലിന് മനസ്സിലായി. അവസാനം ചോദിച്ചപ്പോൾ അവൻ കാര്യം പറയുകയും ചെയ്തു. ഓരോ രാത്രിയിലും ഓക്സിജൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നീ ജീവിച്ചു പോകുന്നത്. ഇപ്പൊ ഓടുന്ന വഴിക്ക് നിന്റെ ലങ്സിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഒരു കാരണം കൊണ്ടും നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ വില്ല് കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവൻ ഉപദേശിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹണ്ടറിന്റെ ലങ്സിന് ഒരു പ്രശ്നമുണ്ട്. അത് കാരണം രാത്രിയിൽ ഓക്സിജൻ മാസ്ക് വെച്ചാണ് അവൻ ജീവിക്കുന്നതും. ഇങ്ങനെ ഓടുന്ന വഴിക്ക് അവൻ എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള പേടിയായിരുന്നു വില്ലിന്. അടുത്തതായിട്ട് കേറ്റി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. നമ്മുടെ വില്ലിന്റെ ഫ്രണ്ടാണ്. ഇപ്പോ രണ്ടുപേരും കൂടി മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഹണ്ടറിന് ഇവിടെ മടുത്തു കാണും. അവന്റെ പ്രായത്തിലുള്ള ആരും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവൻ ചിലപ്പോ താഴേക്ക് പോയത്. അവൻ അവിടെ വെറുതെ സ്ഥലം കാണാൻ പോയതല്ല. ആ സ്ഥലത്ത് വെച്ച അവസാനമായിട്ട് അവൻ അവന്റെ അമ്മയെ കണ്ടതും അവൻ അങ്ങോട്ട് പോകാനുള്ള കാരണം അതാണ്. അങ്ങനെ വേട്ടയാടി പിടിച്ച മാനിനെയൊക്കെ കൊണ്ട് അവർ തിരികെ തന്റെ ഗ്രാമത്തിലേക്ക് നടക്കുകയാണ്. അടുത്തതായിട്ട് നീന എന്ന പേരുള്ള ഒരു ലേഡിയാണ് കാണിക്കുന്നത്. ആളൊരു വെള്ളമടി പാർട്ടിയാണ്. മാത്രമല്ല പല തരത്തിലുള്ള ബുള്ളറ്റുകൾ ഉണ്ടാക്കി പരീക്ഷിച്ച് ഇരുമ്പിനേക്കാളും ഉറപ്പുള്ള ഒരു ലോഹത്തിലേക്ക് വെടിവെച്ച് നോക്കുകയാണ്. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും അതിലൊരു പോറൽ പോലെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നില്ല. സംഭവം എന്താന്ന് വെച്ചാൽ അത് റീപ്പേഴ്സിന്റെ സ്കിന്നായിരുന്നു. അത്രയും ശക്തിയേറിയ ഒന്ന്. ആ സ്കിന്നിനെ തുളച്ചു പോകുന്ന ഒരു ബുള്ളറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നതാണ് നീനയുടെ ലക്ഷ്യം. മാത്രമല്ല ആളൊരു സയന്റിസ്റ്റ് കൂടിയാണ്. നമ്മുടെ വില്ലിന്റെ മരിച്ചുപോയ വൈഫില്ലേ താര, രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു. മരിക്കുന്നതിന് മുൻപായിട്ട് റീപ്പേഴ്സിനെ ഇല്ലാതാക്കാനുള്ള മിഷന് വേണ്ടി നീനയുടെ കൂടെ പോകാൻ നിൽക്കുമായിരുന്നു അവൾ. പോകരുതെന്ന് വില്ല് ഒരുപാട് തവണ പറഞ്ഞു നോക്കിയെങ്കിലും അവൾ കേട്ടില്ല. ആ ലൈൻ ക്രോസ് ചെയ്ത് താഴേക്ക് പോയതും തിരികെ ജീവനോടെ വന്നത് നീന മാത്രമായിരുന്നു. താരയെ റീപ്പേഴ്സ് കൊന്നുകളഞ്ഞു. ഇതൊക്കെ ആലോചിച്ച് വില്ലിങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഹണ്ടറിന്റെ റൂമിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. വില്ല് ഓടിച്ചെന്ന് നോക്കുമ്പോഴേക്കും അവന്റെ ഓക്സിജൻ തീർന്നു പോയിരുന്നു. അവൻ വേഗം തന്നെ തീർന്നുപോയ ഓക്സിജൻ റീപ്ലേസ് ചെയ്യുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരൊറ്റ സിലിണ്ടർ മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി തീർന്നാൽ ഇനി എന്ത് ചെയ്യും? ഓർക്കും തോറും വില്ലിന് ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. അവൻ വേഗം കയ്യിലുണ്ടായിരുന്ന ഒരു മാപ്പ് എടുത്ത് നോക്കുന്നു. ഇനി ഇതുപോലെയുള്ള സിലിണ്ടർ വേണമെങ്കിൽ ബൗൾഡർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോകണം.
പോകണം. പക്ഷേ ആ ഹോസ്പിറ്റൽ ഉള്ളത് 6000 അടിയിലാണ്. അതുകൊണ്ട് തന്നെ റീപ്പേഴ്സിനെ മറികടന്ന് വേണം അങ്ങോട്ടേക്ക് എത്താൻ. ഒടുക്കത്തെ റിസ്ക് ആണ്. പക്ഷേ തന്റെ മകന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് അത് എടുത്തുകൊണ്ട് വന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് പോകാനും തീരുമാനിക്കുന്നു. പിറ്റേന്നായതും നമ്മുടെ ഹണ്ടറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വിൽ അവന്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ കൊടുത്ത് പകരം ഒരു ചീസാണ് മേടിക്കുന്നത്. കേക്കൊന്നും കിട്ടാൻ ഒരു വഴിയില്ലല്ലോ. മാത്രമല്ല ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത് ബാർട്ടർ സമ്പ്രദായമാണ്. കടം കൊടുക്കാനും മേടിക്കാനും പൈസയൊന്നും ഇല്ലാത്തത് കാരണം കയ്യിലുള്ളത് കൊടുത്ത് ആവശ്യമുള്ള സാധനം മേടിക്കുന്നു. മേടിച്ച ചീസുമായിട്ട് അവൻ നേരെ ഹണ്ടറിന്റെ അടുത്തേക്കാണ് വരുന്നത്. ചീസ് കണ്ടതും ചെക്കൻ ഒടുക്കത്തെ ഹാപ്പി. കാരണം ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണേ. പക്ഷേ അന്ന് രാത്രിയിലും ഹണ്ടറിനാകെ വയ്യാതാകുന്നു. കയ്യിലാണെങ്കിൽ സിലിണ്ടറും ഇല്ല. തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതും കൂടിയായതും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറപ്പെടാനായിട്ട് വിൽ ഉറപ്പിക്കുകയാണ്. 5 ദിവസത്തിനുള്ളിൽ സിലിണ്ടറും കൊണ്ട് തിരികെ വരണം. ഇല്ലെങ്കിൽ അത് ഹണ്ടറിന്റെ ജീവൻ ആപത്താണ്. പക്ഷേ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് സാധ്യമല്ല. ആരെങ്കിലും ഒരാൾ കൂടെ വേണം. അതിനായിട്ട് അവൻ നേരെ നീനയുടെ അടുത്തേക്കായിട്ടാണ് പോകുന്നത്. അവളൊരു സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ. അവൾക്ക് താഴേക്ക് പോകാൻ വേണ്ടിയുള്ള പല വഴികളും അറിയാം. കാരണം ആ ജീവികളെ നശിപ്പിക്കാനുള്ള മിഷനുകൾക്കായിട്ട് ഒരുപാട് തവണ താഴേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു മിഷന് വേണ്ടി നീനയുടെ കൂടെ പോയപ്പോഴാണ് വില്ലിന്റെ ഭാര്യ മരണപ്പെടുന്നതും. ആ ഒരു കാര്യം കൊണ്ട് തന്നെ വില്ലിന് അവളോട് നല്ല ദേഷ്യമാണ്. പക്ഷേ ഇപ്പോ ആ ദേഷ്യം കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്റെ മകന് വേണ്ടി തൽക്കാലമാണോ അതൊക്കെ മറക്കുവാണ്. നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് കാര്യം അവതരിപ്പിക്കുന്നു. ഞാൻ നാളെ ബോൾഡേഴ്സിലേക്ക് പോകുക. അങ്ങോട്ട് പോകാനുള്ള ഒരു സേഫ് ആയിട്ടുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സേഫ് ആയിട്ടുള്ള വഴിയോ? അങ്ങനെ ഒരു വഴിയില്ല. സകല മാപ്പുകളും സകല റൂട്ടുകളും എനിക്കറിയാം. 2 ദിവസം നടക്കേണ്ടി വരും. കഴിഞ്ഞ തവണ എന്തോ ലക്കിനാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് വെച്ച് എപ്പോഴും ആ ലക്ക് ഉണ്ടാവണമെന്നില്ല. എനിക്ക് പോയേ പറ്റൂ. അവസാനത്തെ സിലിണ്ടർ തീർന്നു പോയി. ഇതല്ലാതെ എന്റെ കയ്യിൽ വേറെ മാർഗമില്ല. പിന്നെ നമ്മളെ മലവഴിയല്ല പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരു തുരങ്കമുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ ജോലി നോക്കിയിരുന്നത് അവിടെയാണ്. അതിന്റെ സകല റൂട്ടുകൾ എനിക്കറിയാം. അതുവഴി പോയാല് നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും നീ അവന്റെ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല. രാവിലെ 8 മണിക്ക് ഞാൻ പുറപ്പെടും. നിനക്ക് പറ്റുമെങ്കിൽ എന്റെ കൂടെ വരാം. അത്രയും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അവൻ പോയി കഴിഞ്ഞതും നീനി ആകെ കൺഫ്യൂഷനിലായിരുന്നു. രാത്രി മുഴുവനും ഉറങ്ങാതെ കുത്തിയിരുന്ന് എന്തോ ഒരു തരം പ്രത്യേക ഡിവൈസ് തയ്യാറാക്കുകയായിരുന്നു അവൾ. ഇതിനിടയ്ക്ക് വെച്ച് താരയുമായിട്ട് അവൾ ആ ലൈൻ ക്രോസ് ചെയ്തപ്പോഴുണ്ടായ പല സംഭവങ്ങളിലും നീനയുടെ മനസ്സിലേക്ക് ഓടി വരുന്നു. ഇപ്പോഴും താരയുടെ ആ നിലവിളി അവളുടെ കാതിൽ മുഴങ്ങുന്നത് പോലെയാണ്. ആ സംഭവങ്ങളിൽ നിന്നും ഇതുവരെ നീന റിക്കവർ ആയിട്ടുമില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വില്ല് ഹണ്ടറെ തന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ശേഷം തനിക്ക് ആവശ്യമായ സകല ആയുധങ്ങളും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വാങ്ങി തിരികെ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കേറ്റി അങ്ങോട്ടേക്ക് വരുന്നത്. അവള് നേരെ വന്ന് ഒരു തോക്ക് അങ്ങ് മേടിക്കുന്നു. നീ ഇതെങ്ങോട്ടാ? ഞാനും നിന്റെ കൂടെ വരുന്നു. 3 വർഷമായിട്ട് ഇവിടെ തന്നെ കിടക്കുമല്ലേ. കേറ്റ്, ഇത് നീ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി അല്ല. അപകടം പിടിച്ച പണിയാണ്. പക്ഷേ വില്ല് എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കാൻ തയ്യാറായില്ല. അവളോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും വേറെ വഴിയില്ലാതെ അവളെയും ഒപ്പം കൂട്ടുവാണ്. കേറ്റ് പുറത്തേക്ക് വന്നതും പോകാൻ റെഡിയായിട്ട് നീനെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിനക്കിത് വെറും തമാശയാണോ? അതിനോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട. ഞാൻ അതിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ബുള്ളറ്റിനും അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്നെ പല കഷ്ണങ്ങളാക്കും അത്. അതുകൊണ്ട് വരണോ വേണ്ടയോ എന്ന് ഒന്നും കൂടെ ആലോചിക്കുന്നത് നല്ലതാ. എന്നാൽ കേറ്റ് ആണെങ്കിൽ അതിന് മറുപടിയേ പറയുന്നില്ല. ഒന്നാമതേ അവൾക്ക് നീനയെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെയല്ലേ പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെ 3 പേരും കൂടി യാത്ര തുടങ്ങി. വില്ലിന്റെ പ്ലാൻ അനുസരിച്ച് ആദ്യം അവർ താഴെയുള്ള സ്കീ ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള കേബിൾ കാർ വഴി അപ്പുറത്തെ മലയിലേക്ക് എത്താനാണ് അവന്റെ പ്ലാൻ. പക്ഷേ ഈ കേബിൾ കാർ ഇരിക്കുന്നത് 7640 അടിയിലായിട്ടാണ്. റീപ്പേഴ്സിന് എത്താൻ പറ്റുന്ന ദൂരത്തിൽ. 8000 അടിയിൽ നിന്നും ഒരടി താഴേക്ക് പോയാൽ തന്നെ പണിയാണ്. അപ്പോ പിന്നെ 7640 അടിയുടെ കാര്യം പറയണ്ടല്ലോ. റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷേ ഇതല്ലാതെ മുന്നിൽ വേറെ വഴിയില്ല. അങ്ങനെ ഒടുക്കം 3 പേരും ആ ബോർഡർ കടന്നിരിക്കുകയാണ്. 8000 അടിയിൽ നിന്നും ഓരോ അടി വെച്ച് താഴേക്ക് നടക്കാൻ തുടങ്ങിയവർ. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് ചെന്നതും പട്ടാളക്കാരുടെ വണ്ടികളും തോക്കുകളും അവരുടെ കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടപ്പുണ്ട്. റീപ്പേഴ്സുമായിട്ടുള്ള യുദ്ധത്തിൽ സംഭവിച്ചതാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ റീപ്പേഴ്സ് വന്ന ഒരു സിംഹോൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ജീവി ഉണ്ടോ ഇല്ലയെന്ന് ഒരു പിടുത്തമില്ല. പക്ഷേ അത് ചിന്തിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. തങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടുമെന്നറിയാനായിട്ട് എല്ലാവരും ഓരോന്ന് തപ്പി നോക്കുന്നുണ്ട്. കുറെ ബുള്ളറ്റ്സും തോക്കുകളും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരു ഗ്രനേഡ് ലോഞ്ചർ കിട്ടുന്നു. അത് കണ്ടപാടെ കേറ്റി അപ്പടെ അതെടുത്ത് അവരുടെ തോക്കിലങ്ങ് പിടിപ്പിച്ചു. ഇതിനിടയ്ക്ക് വെച്ചാണ് കേറ്റിയും നീനയും തമ്മിൽ ഓരോന്ന് പറഞ്ഞ അടി ഉണ്ടാവുന്നത്. 2 പേർക്കും കണ്ണിന് നേരെ കണ്ടുടല്ലോ. അതിന് പ്രധാന കാരണം പണ്ട് താരയുമായിട്ട് നീന ഒരു മിഷന് പോയില്ലേ. ആ കൂട്ടത്തില് കേറ്റിന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും മരണപ്പെടുകയും ചെയ്തു. കേറ്റിന് നീനയുടെ ദേഷ്യമുണ്ടാവാനുള്ള കാരണം അതാണ്. വിൽ, നമുക്ക് ഇവൾ ആവശ്യമില്ല, നമുക്ക് പോകാം. എന്നാ നീ പോ. റീപ്പറുകളെ കുറിച്ച് എന്റെ അത്ര ആർക്കും അറിയില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ എന്തായാലും മരിക്കും. രണ്ടും കൂടി വീണ്ടും അടിയാവാൻ തുടങ്ങിയതും ഒരു വിധത്തിലാണ് വില്ല് രണ്ടാളെയും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നടന്ന് ഇപ്പോൾ എല്ലാവരും സ്കേ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഉപയോഗിച്ചിട്ട് 3 വർഷമായതുകൊണ്ട് തന്നെ ബാറ്ററികളെല്ലാം ഡ്രെയിനായി കാണും. ഇന്നലെ രാത്രി നീന ഒരു ഡിവൈസ് തയ്യാറാക്കിയില്ലേ, അത് റീപ്പേഴ്സ് അടുത്തെത്തുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പെട്ടെന്നാണ് ആ
വാച്ച് സിഗ്നൽ തരാൻ തുടങ്ങിയത്. അത് അടുത്തെത്തിയിട്ടുണ്ട്. അതും പറഞ്ഞ് നീന തിരിഞ്ഞു നോക്കിയതും കണ്ടു അങ്ങ് ദൂരെ മരങ്ങൾക്കിടയിലായിട്ട് ഒരു ചുവന്ന ലൈറ്റ്. കേട്ട പാതി കേൾക്കാത്ത പാതി കേട്ടൊരൊറ്റ ഓട്ടമായിരുന്നു. ഇങ്ങനെ ഓടിയാലും നമുക്ക് അവിടെ എത്താൻ പറ്റില്ല, നമുക്ക് ലിഫ്റ്റ് വഴി പോകാം. അവള് പറഞ്ഞത് കറക്റ്റ് ആണെന്ന് തോന്നിയതും വില്ലും നീനയുടെ കൂടെ പോകുന്നു. എന്നാൽ ഇവര് പറഞ്ഞതൊന്നും കേൾക്കാതെ മുന്നോട്ടേക്ക് ഓടുവാണ് കേറ്റി. ഇതേ സമയം ലിഫ്റ്റിന് മുകളിലേക്ക് വന്ന വില്ലാണെങ്കിൽ ബാറ്ററി ഓണാക്കാൻ നോക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടാണ് അത് ഓണാവുന്നില്ല. ഇവിടെ കേറ്റിക്കാണെങ്കിൽ ഇനി ഓടിയിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് ലോഞ്ചർ ഉപയോഗിച്ച് അതിനെ നോക്കി ഒരൊറ്റ ഷോട്ട്. പക്ഷേ അത് അതിന്റെ രോമത്തിൽ പോലും ഏശിയില്ല. എങ്കിലും വീണ്ടും കൊടുക്കുന്ന ഒരു ഷോട്ട്, അതും ചീറ്റിപ്പോയി. ആ മൃഗമാണെങ്കിൽ മിന്നൽ വേഗത്തിൽ കേറ്റിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നാ പണി കിട്ടുമെന്ന് മനസ്സിലായതും അവള് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ഈ സമയം കൊണ്ട് വില്ല് എങ്ങനെയൊക്കെയോ മെഷീന്റെ ബാറ്ററി സെറ്റാക്കി. പിന്നീട് ഒരു സെക്കൻഡ് പോലും വൈകാതെ അത് ഓണാക്കിയിട്ട് അതിൽ കയറിയിരിക്കുന്നു, കൂടെ നീനയും. അപ്പോഴേക്കും ആ റീപ്പർ അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. വെടിവെച്ചിട്ട് കാര്യമില്ലെന്നറിയാം, പക്ഷേ കുറച്ചു നേരത്തേക്കെങ്കിലും അതിനെ സ്ലോ ആക്കാൻ പറ്റും. അതിനുവേണ്ടി രണ്ടുപേരും കൂടി ചാറപ്പറാന്ന് അതിനെ വെടിവെച്ചോണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പ് നോക്കി കേറ്റിയാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു ലിഫ്റ്റിന്റെ തുണിന് മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു. ഇതിനിടയിൽ ആ മൃഗമാണെങ്കിൽ ലിഫ്റ്റിന്റെ കമ്പിയിൽ പിടിച്ചൊരൊറ്റ വലി. എന്തോ ഭാഗ്യത്തിന് രണ്ടുപേരും ബാലൻസ് ചെയ്തുകൊണ്ട് താഴെ വീണില്ല. അങ്ങനെ ലിഫ്റ്റ് നമ്മുടെ കേറ്റിയുടെ അടുത്തെത്തിയതും അവൾ അതിലേക്ക് എടുത്തൊരൊറ്റ ചാട്ടം. കറക്റ്റ് സമയത്ത് വില്ല് അവളുടെ കയ്യിൽ പിടിച്ചതുകൊണ്ട് തന്നെ താഴെ വീഴാതെ രക്ഷപ്പെട്ടു. ഇപ്പൊ തന്നെ ഏകദേശം 8000 അടിക്ക് മുകളിൽ എത്താറായിട്ടുണ്ട്. രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ആ റീപ്പർ ഒറ്റ ചാട്ടത്തിന് അവരുടെ ലിഫ്റ്റിന്റെ കമ്പി പിടിച്ച് പൊട്ടിക്കുന്നത്. ദേ കിടക്കുന്ന മൂന്നും കൂടി താഴെ. പക്ഷേ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. 3 പേരും കൂടി ജീവനം കൊണ്ട് ഓടടാ ഓട്ടം. തൊട്ടു പിറകെ വെറി പിടിച്ചതുപോലെ ആ റീപ്പറും. അതവരെ പിടിച്ചില്ല എന്നായതും അവരാ ലൈൻ ക്രോസ് ചെയ്തത് ഒരുമിച്ചായിരുന്നു. 8000 അടിക്ക് മുകളിലായതുകൊണ്ട് തന്നെ ആ റീപ്പറിനെ അവരെ പിടിക്കാനും പറ്റിയില്ല. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതി. അങ്ങനെ അന്ന് രാത്രിയിൽ അവരവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. മനുഷ്യന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്യാലോ. ഇനിയിപ്പോ പകയും ദേഷ്യം വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ നിന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നീനയും കേറ്റുമായിട്ടുള്ള പ്രശ്നമൊക്കെ അവിടെ വെച്ച് അവർ തന്നെ സോൾവ് ചെയ്യുകയാണ്. 3 വർഷമായിട്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ നീ അവറ്റകളെ കുറിച്ചുള്ള റിസർച്ചിലല്ലായിരുന്നോ? ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒറ്റ രാത്രി കൊണ്ടാണ് അതുങ്ങളെല്ലാം ഈ ഭൂമിയിലേക്ക് വന്നത്. വെറും 1 മാസം കൊണ്ട് ഈ ലോകത്തുണ്ടായിരുന്ന 95% മനുഷ്യന്മാരെ ഇല്ലാതാക്കി. അതൊരിക്കലും നിർത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഇതുങ്ങൾക്ക് എന്തോ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നു. സാധാരണ മൃഗങ്ങള് തിന്നാൻ വേണ്ടിയല്ലേ കൊല്ലുന്നത്, പക്ഷേ ഈ റീപ്പേഴ്സ് കൊല്ലാൻ വേണ്ടിയാണ് കൊല്ലുന്നത്. അതിനു വേണ്ടത് മനുഷ്യന്മാരെ മുഴുവൻ ഇല്ലാതാക്കുകയാണ്. എന്നാൽ നീനയുടെ ഈ തിയറിയൊന്നും നമ്മുടെ വില്ലിന് അങ്ങോട്ട് വിശ്വാസം വരുന്നതേ ഇല്ല. ഇതെല്ലാം അവളുടെ വെറും തോന്നൽ മാത്രമാണെന്നാണ് അവരുടെ വിചാരം. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതും അവർ ആ മൈൻഡ് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇതുവഴി വേണം അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ. ഇതാണ് ലെവൽ 9. ഇതുവഴി പോയിട്ട് ഒരു ലാഡർ യൂസ് ചെയ്ത് താഴോട്ട് പോയാൽ നമുക്ക് ലെവൽ 8 എത്താൻ പറ്റും. അതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം. അത് കൃത്യം 8023 അടിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വെറും 12 മൈൽ മാത്രമേ പിന്നീട് ഹോസ്പിറ്റലിലേക്കുള്ളൂ. നിനക്ക് ഉറപ്പാണോ ലെവൽ 8 8023 അടിയാണെന്ന്? അതിനുള്ളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ എത്തുന്നത് 8000 അടിക്ക് താഴെയാണെങ്കിലോ റീപ്പേഴ്സിന് ഭൂമിക്ക് അടിയിൽ നിന്ന് വരാൻ പറ്റും. അങ്ങനെ കാണാൻ ഉണ്ടായാലും നമ്മൾ ഇതിനുള്ളിൽ പെട്ടുപോകത്തേ ഉള്ളൂ. 8000 അടിയിൽ നിന്ന് താഴേക്ക് എത്താൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഒരുപാടൊന്നുമില്ല. കൂടിപ്പോയാല് 231 യാർഡ്സ് വരും. ചുരുക്കി പറഞ്ഞാൽ 45 സെക്കൻഡ് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണ്. നീ എന്താ തമാശ പറയുവാണോ? 45 സെക്കൻഡ് പോലും ഇവറ്റകൾക്ക് ഇരുട്ടിലും കണ്ണു കാണാൻ പറ്റും. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് അടക്കം അതിന് സ്മെൽ ചെയ്യാൻ പറ്റും. പിന്നെ സിഗ്നൽ കിട്ടാത്തത് കാരണം എന്റെ വാച്ച് വെച്ച് ഇതിനുള്ളിൽ വെച്ച് എനിക്ക് അതിനെ ട്രാക്ക് ചെയ്യാനും പറ്റില്ല. അവരെ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും വില്ല് മുന്നോട്ടേക്ക് പോകാനുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വേറെ വഴിയില്ലാതെ രണ്ടുപേർക്കും അവന്റെ കൂടെ ഉള്ളിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അവരെ മൈൻഡ് ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ പല ഭാഗങ്ങളും 8000 അടിക്ക് താഴെ ആയതുകൊണ്ട് തന്നെ അവർ വേഗത്തിൽ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. നടന്ന് ലെവൽ 8ന്റെ അടുത്ത് എത്തിയപ്പോഴാണ് പണി പാല് വെള്ളത്തിൽ കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പോകേണ്ട ലെവൽ 8ലേക്കുള്ള വഴി മൊത്തം സീൽ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കാരണം ഇനി പോകാനുള്ള ഒരേ ഒരു വഴി ലെവൽ 7 ആണ്. അതല്ലാതെ വേറെ വഴിയില്ല. അതാണെങ്കിലോ 8000 അടിയിൽ താഴെയും. അങ്ങനെ ഓരോരുത്തരായിട്ട് ലാഡർ ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇനി ഏത് നിമിഷം വേണമെങ്കിലും റീപ്പേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവരിപ്പോൾ നിൽക്കുന്നത് 8000 അടിക്ക് താഴെയാണ്. അവരങ്ങനെ പതിയെ മുന്നോട്ടേക്ക് നടക്കുമ്പോഴാണ് പിറകിൽ നടന്നിരുന്ന നീന എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നത്. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ശബ്ദം കേട്ടതും വില്ലെല്ലാവരോടും തലയിലുണ്ടായിരുന്ന ടോർച്ച് മറച്ചു പിടിക്കാൻ പറയുന്നു. നോക്കിയപ്പോഴോ ദേണ്ട തെളിഞ്ഞു വരുന്ന ഒരു റെഡ് ലൈറ്റ്. അത് കാണേണ്ട താമസം. 3 പേരും കൂടി ജീവനും കൊണ്ട് തിരിഞ്ഞോടാൻ തുടങ്ങി. അതിന് വേഗത കൂടുതലായതുകൊണ്ട് തന്നെ അത് ഇവരുടെ തൊട്ടടുത്തെത്താറായിട്ടുണ്ട്. വെടിയൊക്കെ വെക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അങ്ങനെ ഓടുന്ന വഴിക്കാണ് അവിടെയുള്ള ഒരു ചെറിയ ഗ്യാപ്പ് അവർ കാണുന്നത്. അപ്പൊ തന്നെ 3 പേരും കൂടി ആ ഗ്യാപ്പിനുള്ളിലേക്ക് കയറുന്നു. ചെറിയ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ റീപ്പറിന് അതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് ദേ അതിന്റെ വാലുള്ളിലേക്ക് കയറി വരുന്നു. മൂക്കുകൊണ്ട് മാത്രമല്ല അതിന്റെ വാല് കൊണ്ടും അതിന് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുവാണ്. പക്ഷേ എത്ര നേരം അങ്ങനെ ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റും? അതാണെങ്കിൽ വാല് പുറത്തേക്ക് എടുക്കുന്നതുമില്ല. ശ്വാസം മുട്ടി ചത്തുപോകുമെന്നതായതും വില്ല് പെട്ടെന്ന് ഒരു ഫ്ലെയർ കത്തിച്ച് ദൂരേക്ക് വലിച്ചെറിയുന്നു. അതിന്റെ മണം കിട്ടിയതും റീപ്പറിന്റെ വാൽ അങ്ങോട്ട് പോയി. ആ
ഒരു ഗ്യാപ്പ് നോക്കി എല്ലാവരും ആഞ്ഞ് ശ്വാസം എടുക്കുകയാണ്. അപ്പോഴാണ് അവിടെയുള്ള ഒരു ചെറിയ ഗ്യാപ്പ് നമ്മുടെ കേറ്റി കാണുന്നത്. അതുവഴി പുറത്ത് കിടക്കാമെന്ന് മനസ്സിലായതും കേറ്റി ആണെങ്കിൽ വെപ്രാളത്തോടെ വേഗം അതിലൂടെ പുറത്ത് കിടക്കാൻ നോക്കുന്നു. പക്ഷേ അതുവഴി പുറത്തേക്ക് എത്തിപ്പെട്ടതാണെങ്കിലോ നേരെ റീപ്പറിന്റെ മുന്നിലും. പിന്നെ പറയണ്ടല്ലോ, അതിന്റെ വാല് അവളെ നെഞ്ചിലേക്ക് തന്നെ കുത്തിയിറക്കി. ശേഷം വില്ലൻ നീനയെ നോക്കി നിൽക്കെ തന്നെ അവളെയും വലിച്ചെടുത്തുകൊണ്ട് ആ റീപ്പർ ദൂരെ കൂടി പോവുകയാണ്. രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നീനയാണെങ്കിൽ നിലവിളിച്ച് കരയുകയാണ്. വില്ലിനും അത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ കാരണമാണല്ലോ അവരിങ്ങോട്ടേക്ക് വന്നതും. പക്ഷേ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കണം. മാത്രമല്ല വീണ്ടും ആ റീപ്പർ വരുന്നതിന്റെ ശബ്ദം അവർ കേൾക്കുന്നു. എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് സൈഡിലായിട്ട് അവർ ലാഡർ കാണുന്നത്. പിന്നീട് ഒരു നിമിഷം പോലും കളയാതെ വേഗം തന്നെ അവർ ആ ലാഡർ വെച്ച് പുറത്തേക്ക് എത്തുന്നു. അപ്പോഴാണ് ശരിക്കും ശ്വാസം നേരെ വീണത്. ഇപ്പൊ അവരെത്തിയിരിക്കുന്നത് 8000 അടിക്ക് മുകളിലാണ്. അതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ രക്ഷപ്പെട്ടതും. പക്ഷേ രണ്ടുപേരും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവരുടെ കൺമുന്നിൽ വെച്ചല്ലേ അവർക്ക് കേറ്റി നഷ്ടപ്പെട്ടത്. അങ്ങനെ അവരവിടുന്ന് വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവരൊരു വീട് കാണുന്നത്. അതിന് മുന്നിലായിട്ട് ഒരു വണ്ടിയും. വണ്ടിക്കാണെങ്കിൽ അധികം ഡാമേജ് ഒന്നും പറ്റിയിട്ടുമില്ല. അന്ന് രാത്രി രണ്ടുപേരും ആ വീട്ടിൽ കഴിച്ചു കൂട്ടുന്നു. അകത്ത് മുഴുവനും തപ്പിയപ്പോൾ ഒരു ചീസിന്റെ പാക്കറ്റും കിട്ടുന്നുണ്ട്. രാത്രിയിലത്തെ അവരുടെ രണ്ടുപേരുടെ ഡിന്നറും അതായിരുന്നു. നിന്റെ ആ പഴയ ലാബിൽ എന്താ ഉള്ളത്? മഗ്നീഷ്യം ഓക്സൈഡിന്റെ ഒരു ക്യൂബിക് വേർഷൻ പെരിക്ലേസ്. റീപ്പേഴ്സിന്റെ സ്കിന്ന് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആണ്. ആ ചാർജ് അതിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന എന്തിനേയും തടഞ്ഞു വെക്കും. ഒരു ഡിഫൻസ് മെക്കാനിസം പോലെ. എന്റെ ഒരു തിയറി വെച്ച് ഒരു ബുള്ളറ്റ് പെരിക്ലേസുമായിട്ട് ബോണ്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടായാല് മില്യൺസ് ഓഫ് ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ആയിട്ട് അതുവഴി ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അതുവഴി നമുക്ക് റീപ്പേഴ്സിനെ കൊല്ലാനും പറ്റും. എന്നാൽ ഇത് കേട്ട് നമ്മുടെ വില്ലനാണെങ്കിൽ അത്ര വിശ്വാസം പോരാ. അങ്ങനെ രാവിലെ ആയതും അവിടെ ഉണ്ടായിരുന്ന വണ്ടിയുമായിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴിക്ക് ഒരു കൂട്ടം കുതിരകൾ അവരുടെ മുന്നിൽ കൂടി ഓടിപ്പോകുന്നവർ കാണുന്നുണ്ട്. മനുഷ്യരില്ലാത്തത് കാരണം ഇപ്പോൾ മൃഗങ്ങൾക്കൊക്കെ സ്വൈര്യമായിട്ട് വിഹരിക്കാമല്ലോ. അതിങ്ങനെ ഇണ ചേർന്ന് പെറ്റിപ്പെരുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല ഈ റീപ്പേഴ്സ് മൃഗങ്ങളെ ഉപദ്രവിക്കാറേയില്ല. മനുഷ്യരെ മാത്രമാണ് അത് കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ അവിടെ സേഫ് ആണ്. എന്തായാലും പ്രശ്നമൊന്നുമില്ലാതെ രണ്ടുപേരും ഹോസ്പിറ്റലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലാണെങ്കിൽ മുഴുവനും നശിച്ച് നാമാവശേഷമായി കിടക്കുവാണ്. അവർ തേടി വന്ന സാധനം 5ാമത്തെ ഫ്ലോറിലായിട്ടാണ് ഉള്ളത്. സാധനം എടുക്കണം, ഇവിടുന്ന് രക്ഷപ്പെടണം, അതാണ് പ്ലാൻ. പക്ഷേ ഇതിനിടയ്ക്ക് എപ്പോ വേണമെങ്കിലും റീപ്പേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാധനം എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ ഓരോരോ മുറിയിലായിട്ട് കയറി ഇറങ്ങി നോക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് വെച്ച് എന്തൊക്കെ ഉടയുന്ന ശബ്ദങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. നീന വേഗം തന്റെ ട്രാക്കറിലേക്ക് നോക്കിയപ്പോൾ ആ റീപ്പർ വരുന്നതിന്റെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അത് ഇവിടെത്താം. വെപ്രാളത്തോടെ അവർ ഓരോ റൂമിൽ കയറി ഇറങ്ങി ഓക്സിജൻ തപ്പുവാണ്. ഒടുക്കം തപ്പി തപ്പി ഒരു മുറിയിൽ നിന്നും അവൻ ആ ഓക്സിജൻ സിലിണ്ടർ കിട്ടുന്നു. ഇപ്പോ തന്നെ ആ റീപ്പർ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. പറ്റാവുന്ന അത്രയും സിലിണ്ടറുകൾ ബാഗിലേക്ക് തിരികെ കയറ്റിയ ശേഷം അടുത്ത സെക്കൻഡിൽ തന്നെ രണ്ടുപേരും കൂടി പിമ്പിരി വെച്ച് ഓടുവാണ്. എന്നാൽ പെട്ടെന്നാണ് അത് അതിന്റെ വാല് വെച്ച് അവർ ആക്രമിക്കാൻ നോക്കുന്നത്. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടു പോകുന്നതും. പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മുടെ വില്ലിനെ അത് പിടിക്കുന്നു. നീന വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു കോടാലി എടുത്ത് അതിന്റെ വാല് നോക്കി ഒരു ഒറ്റ വിട്ട്. പക്ഷേ ഒന്നും പറ്റിയില്ല. ബുള്ളറ്റ് കയറാത്തടത്തല്ലേ കോടാലി കയറുന്നത്. പക്ഷേ അവൾ വിടാതെ അതിന് വെട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു വിധത്തിൽ അത് പിടിവിട്ടതും ആ ഗ്യാപ്പിൽ രണ്ടുപേരും കൂടി അവിടെ ഓടാൻ തുടങ്ങി. പക്ഷേ റീപ്പർ വിടുവോ? അവരുടെ പിറകെ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഓടി ഓടി രണ്ടുപേരും കൂടി ഒരു റൂമിലേക്കാണ് കയറുന്നത്. അപ്പോഴാണ് അവിടെ കുറെ ഓക്സിജൻ സിലിണ്ടറുകൾ അടുക്കി വെച്ചിരിക്കുന്നത് വിൽ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നി. റീപ്പർ ഏകദേശം അവന്റെ അടുത്തേക്ക് എത്താറായതും അവൻ ആ സിലിണ്ടർ നോക്കിയ ഒരൊറ്റ വെടി. റീപ്പർ അടുത്തേക്ക് എത്തിയതും സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് ഒരുമിച്ചായിരുന്നു. അതിന്റെ ഫോഴ്സില് ആ റീപ്പർ തെറിച്ചു പോയിട്ട് ഹോസ്പിറ്റലിന്റെ വെളിയിലേക്കാണ് വീഴുന്നതും. രണ്ടുപേരും കൂടി വിൻഡോയുടെ വെളിയിലേക്ക് നോക്കിയപ്പോൾ ആ റീപ്പർ അനങ്ങാതെ കിടക്കുവാണ്. അത് ചത്തുപോയി എന്ന് തന്നെ അവർ കരുതുന്നു. എന്താണെങ്കിലും ഇവിടെ എങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുന്ന് നേരെ ലാബിലേക്ക് പോകാനാണ് നീനയുടെ തീരുമാനം. എന്നാ വിൽ അതിന് സമ്മതിക്കുന്നില്ല. വിൽ, നമുക്ക് പോയേ പറ്റൂ. നീ ഇപ്പൊ എടുത്തുകൊണ്ട് പോകുന്ന സിലിണ്ടർ വെച്ച് ഹണ്ടറിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം. അത് തീർന്നാൽ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരില്ലേ? ഇവറ്റകളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. അവള് പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് തോന്നിയതും വിൽ അവളുടെ കൂടെ പോകാൻ തയ്യാറാകുന്നു. പക്ഷേ ആ ലാബ് ഇരിക്കുന്നത് 5347 തടിയിലാണ്. അത് കാരണം അങ്ങോട്ടേക്ക് പോകുന്നത് ഒടുക്കത്തെ റിസ്ക് ആണ്. പക്ഷേ ഇവറ്റകളെ നശിപ്പിക്കണമെങ്കിൽ അങ്ങോട്ട് പോയേ തീരൂ. അങ്ങനെ ഒടുവിൽ അവർ ആ ലാബിൽ എത്തിയിരിക്കുകയാണ്. ചെന്ന് കയറിയപ്പോഴേ ഒരു നിമിഷം പോലും പഴക്കാതെ അവൾ ഓരോ ബുള്ളറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിനിടയിൽ വില്ല ലാബ് മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവനൊരു ഫാമിലി ഫോട്ടോ കിട്ടുന്നത്. വേറെ ആരുടെയല്ല, അത് നമ്മുടെ നീനയുടെ ആയിരുന്നു. അപ്പോഴാണ് അവൾക്കും ഒരു ഫാമിലി ഉണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലാകുന്നത്. വില്ല ഫോട്ടോ കാണിച്ചതും നീന വല്ലാതെ വിഷമിക്കാൻ തുടങ്ങി. കാരണം അവളല്ലാതെ ഇപ്പോൾ അവരിൽ ആരും ജീവിച്ചിരിപ്പില്ല. പക്ഷേ പാഴാക്കി കളയാൻ സമയമില്ല. അവൾ വേഗം താൻ ഉണ്ടാക്കിയ ഒരു ബുള്ളറ്റ് കൊണ്ട് റീപ്പറിന്റെ സ്കെയിലിലേക്ക് വെടിവെച്ച് നോക്കി. പക്ഷെ ഒരു പ്രയോജനമില്ല. നീ തിരിച്ചു പോകുന്നതാണ് നല്ലത്. എന്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നീ പോയി നിന്റെ മോനെ രക്ഷിക്ക്. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് പരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ മകന് സമയത്തിന് ഓക്സിജൻ കിട്ടില്ല. അപ്പോ നീയോ? നീ വാ, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വരുന്നില്ല. ഇവിടെ എന്റെ കാർ കിടപ്പുണ്ട്. നീ വേഗം മറ്റേ കാറും എടുത്ത് പോകാൻ നോക്ക്. ഇവറ്റകളെ നശിപ്പിക്കാൻ ഒരു ബുള്ളറ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ ഞാൻ തിരിച്ചു വരും. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും വില്ല അവിടുന്ന് തിരികെ പോവുകയാണ്. അവനിപ്പോൾ ഏറ്റവും പ്രധാനം തന്റെ മകന്റെ ജീവൻ തന്നെ ആയിരുന്നു. അവൾ ഒരുപാട് കെമിക്കലുകൾ ഇങ്ങനെ പരീക്ഷിച്ചു നോക്കുന്നുണ്ടെങ്കിലും എല്ലാം
പരാജയം തന്നെയായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലാതിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ബാറ്ററികൾ അവള് കാണുന്നത്. അത് കണ്ടപ്പോ അവക്ക് എന്തോ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. കൊബാൾട്ട് എന്നൊരു കെമിക്കൽ അതെടുത്ത് മിക്സ് ചെയ്ത് ബുള്ളറ്റിന്റെ മുകളിലേക്ക് തേക്കുന്നു. അപ്പോഴേക്കും ആ റീപ്പർ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. കെമിക്കൽ തേച്ച ബുള്ളറ്റ് എടുത്ത് ലോഡ് ചെയ്ത ശേഷം അവൾ അതിന്റെ നേർക്കൊരൊറ്റ വെടി. ഇതേ സമയം നമ്മുടെ വില്ലാണെങ്കിൽ വണ്ടി പറപ്പിച്ചു വിടുവാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ടയർ പഞ്ചറായതും ഒരു പാറയിലിടിച്ച് കാർ കീഴ്മേൽ മറിഞ്ഞുപോയി. അല്പനേരം എടുത്തിരുന്നു അവന് ബോധം തിരികെ വരാൻ. ഭാഗ്യത്തിന് റീപ്പേഴ്സ് ഒന്നും അടുത്തെത്തിയിട്ടില്ല. ബോധം വന്നതും അവൻ വേഗം തന്നെ തന്റെ ബാഗും തോക്കുമെല്ലാം എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി. റീപ്പർ ആണെങ്കിൽ അപ്പോഴേക്കും അവന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. വില്ലാണെങ്കിൽ ജീവനം കൊണ്ട് ഓടടാ ഓട്ടം. തൊട്ടില്ല എന്ന രീതിയിൽ പുറകെ റീപ്പറും ഓടി ഓടി ഒരു വിധത്തില് ആ ലൈൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതേ വരയ്ക്കടുത്തായിട്ട് ഒരു റീപ്പർ, അത് മാത്രമല്ല അവന്റെ പുറകിൽ വേറെ 2 റീപ്പറും. 3 റീപ്പറുകളുടെ ഇടയ്ക്ക് പെട്ടുപോയവൻ അവൻ വേഗം തോക്കെടുത്ത് വെടിവെക്കുന്നു. പക്ഷേ ഒരു പ്രയോജനവും ഇല്ലല്ലോ, എല്ലാം കൈവിട്ടു പോയി. എല്ലാം കൊണ്ടും തന്റെ മരണം ഉറപ്പിച്ച നിമിഷം. ഇനി ഒന്നും ചെയ്യാനില്ലെന്ന പോലെ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോഴാണ് റീപ്പറിന്റെ പിറകിലൂടെ നിന്ന് ആരോ അതിന് വെടിവെക്കുന്നത്. അടുത്ത നിമിഷം തന്നെ ആ റീപ്പർ പൊട്ടിത്തെറിച്ചില്ലാതാവുകയാണ്. അത് ചെയ്തത് വേറെ ആരുമല്ല, നമ്മുടെ നീന തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ അവൾ അവസാനം ചെയ്ത പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ബാക്കിയുണ്ടായിരുന്ന റീപ്പേഴ്സുകളെയും ചാറ പറന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. വില്ലാണെങ്കിൽ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ്. എന്നാൽ റീപ്പറുകളുടെ ബോഡി പാർട്ട് കണ്ടപ്പോഴാണ് അവരാകെ ഞെട്ടിപ്പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ റീപ്പേഴ്സുകൾ ഒന്നും മൃഗങ്ങളല്ല, അതൊക്കെ മെഷീനുകളായിരുന്നു. അതിന് വിശപ്പും ദാഹവും ഇല്ല, ഉറക്കമില്ല, ഒള്ളി ഹണ്ടിങ് മാത്രം. മനുഷ്യന്മാരെ കൊന്നോണ്ടേയിരിക്കുക, അത് മാത്രമായിരുന്നു ആ മെഷീന്റെ ജോലി. വേറെ ആരോ എവിടെയോ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്ന വെറും ഒരു പ്രോഗ്രാം മാത്രം. പക്ഷെ ആര്, എന്തിന്, ഒന്നും അറിയില്ല. അങ്ങനെ ഒടുക്കം 2 പേര് നാട്ടിൽ തിരികെ എത്തി. വില്ലിനെ കണ്ടതും ഹണ്ടർ ഒടുക്കത്തെ ഹാപ്പി. വന്ന പാടെ നീനയാണെങ്കിൽ അവിടെ ഒരു പൈറേറ്റിന്റെ ഫ്ലാഗ് ഉയർത്തുകയാണ്. എന്ന് വെച്ചാൽ റീപ്പേഴ്സിനെ കൊല്ലാനുള്ള മാർഗം കണ്ടുപിടിച്ചു എന്നാണ് അർത്ഥം. ഇവരെ പോലെ തന്നെ പർവ്വതങ്ങൾക്ക് മുകളിൽ വേറെ ഒരുപാട് ഗ്രാമങ്ങൾ താമസിക്കുന്നുണ്ടല്ലോ. ആ ഫ്ലാഗ് കണ്ട എല്ലാവർക്കും കാര്യം മനസ്സിലായി. അതോടെ റീപ്പറിനെ നശിപ്പിക്കാൻ വേണ്ടി അവരെല്ലാവരും നീനയുടെ കൂടെ കൂടുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് നീന പറഞ്ഞതുപോലെ കൊബാൾട്ട് ചേർത്ത് ബുള്ളറ്റ്സ് ഉണ്ടാക്കുകയാണ്. പിന്നീട് അങ്ങോട്ടൊരു ഹണ്ടിങ് ആയിരുന്നു, റീപ്പേഴ്സിന് വേണ്ടിയുള്ള ഹണ്ടിങ്. ഇത്രയും കാലം മനുഷ്യന്മാരെ ഹണ്ട് ചെയ്തോണ്ടിരുന്നതല്ലേ, ഇനി റിവഞ്ചിനുള്ള സമയമാണ്. ബുള്ളറ്റ് വന്ന് ഹിറ്റായതും ചാറ പറന്ന് റീപ്പേഴ്സുകളെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അധികം താമസിക്കാതെ എല്ലാവരും ചേർന്ന് ആ റീപ്പറുകളെല്ലാം നശിപ്പിച്ചു കളയുന്നു. പഴയതുപോലെ തന്നെ മനുഷ്യർക്ക് വീണ്ടും സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ വില്ലി നീനയും കൂടി ടെലസ്കോപ്പ് വഴി നോക്കുമ്പോഴാണ് 3 നക്ഷത്രങ്ങൾ ഭൂമിയെ നോക്കി വരുന്നവർ കാണുന്നത്. പക്ഷേ അത് നക്ഷത്രങ്ങളല്ലായിരുന്നു, ഏലിയൻ ഷിപ്പുകളായിരുന്നു. അടുത്ത ഒരു യുദ്ധത്തിന് വേണ്ടി അവര് വീണ്ടും തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.